ഹായ് ഡിയർ ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു വൈനാണ് ഇന്ന് പരിചയപ്പെടുന്നത്. വെറും 10 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം. വളരെ രുചികരമായ ഈ വൈൻ പഴം കൊണ്ടാണ് തയ്യാറാക്കുന്നത്. മോറീസ്, പാളയംതോടൻ, റോബസ്റ്റ, പൂവമ്പഴം ഒക്കെ ഈ വൈൻ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മികച്ച ഇനങ്ങളാണ്. വൈനിനായി നല്ല പഴുത്ത പഴം നോക്കിയെടുക്കുക. എന്നിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. നല്ല വൃത്തിയുള്ളൊരു പാത്രമായിരിക്കണം നമ്മൾ വൈൻ തയ്യാറാക്കാനായി എടുക്കേണ്ടത്. ഏറ്റവും നല്ലത് ഒരു ഭരണി തന്നെ ഇതിനായി എടുക്കുന്നതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൈൻ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ വൈനായിട്ടൊരു പാത്രം പ്രത്യേകം മാറ്റി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതേപോലെ നമ്മൾ എടുക്കുന്ന പാത്രത്തിലോ ഉപയോഗിക്കുന്ന തവിയിലോ മറ്റോ ഒന്നും തന്നെ യാതൊരു വെള്ള അംശവും പാടില്ല. കൈകളിൽ പോലും ഒട്ടും നനവില്ലാതെ വേണം നമ്മൾ വൈൻ തയ്യാറാക്കേണ്ടത്. അത് നമ്മുടെ ഈ വൈനിലാണെങ്കിൽ ഒരു പൂപ്പലും ഉണ്ടാവാതിരിക്കാനും ഇത് ദീർഘകാലം കേടുകൂടാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഇത്രയും ശ്രദ്ധയോടെ ചെയ്യുന്നത്. എത്രത്തോളം ശ്രദ്ധയോടെ നമ്മൾ ഈ വൈൻ തയ്യാറാക്കുന്നോ അത്രത്തോളം നന്നായി തന്നെ നമുക്ക് ഈ വൈൻ ലഭിക്കുകയും നമ്മുടെ ഈ വൈൻ ദീർഘകാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുകയും ചെയ്യും. ചെറിയ കഷ്ണങ്ങളാക്കി ഈ പഴത്തിലേക്ക് പഞ്ചസാര ചേർക്കുകയാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. അതിൽ നമ്മളുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതായത് നമ്മൾ എത്രത്തോളം പഴം എടുക്കുന്നോ അതേ അളവിൽ തന്നെ പഞ്ചസാര എടുക്കുക. ഇപ്പോൾ 1 കിലോ ആണെങ്കിൽ 1 കിലോ പഞ്ചസാര തന്നെ എടുക്കുക. ഇനി മധുരം കുറച്ച് മതി എന്നുള്ളവർക്കാണെങ്കിൽ അത് 3/4 കിലോ ആയിട്ടും 1/2 കിലോ ആയിട്ടും കുറയ്ക്കാം. ഇനി തവി ഉപയോഗിച്ച് ഈ പഞ്ചസാരയും പഴവും എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി പേസ്റ്റ് പോലെ ഉടയേണ്ട ആവശ്യമില്ല, പക്ഷേ ഒരുവിധം പഞ്ചസാര നന്നായി അതിലേക്ക് പിടിക്കണം. കഷ്ണങ്ങളൊക്കെ ഒരുവിധം ഉടയും വേണം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിശ്രിതത്തിലേക്ക് ഒരു വറ്റൽമുളക് നമുക്കിനി പൊട്ടിച്ചിടാം. 1 മുതൽ 3 വരെയുള്ള വറ്റൽമുളകുകൾ നമുക്കിതിനായി ഉപയോഗിക്കാം. ഇവിടെ ഒരു വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് 3 മുതൽ 4 വരെ വറ്റൽമുളക് നമുക്കിതിലേക്ക് പൊട്ടിച്ചിടാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഗ്രാമ്പു ഒരു 3 എണ്ണം, ഏലക്ക 3 എണ്ണം എന്ന അളവിൽ എടുക്കുക. കുറച്ച് കുരുമുളക്, ഇവയെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് നന്നായി ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതത്തിലേക്ക് ആഡ് ചെയ്യുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള എല്ലാ ചേരുവയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് പ്രധാനപ്പെട്ട ഒരാളെയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. ഈസ്റ്റാണത്. 1/2 ടീസ്പൂൺ ഈസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. വലിയ ഈസ്റ്റാണ് നിങ്ങളുടെ കൈവശമുള്ളതെങ്കിൽ അത് ചെറിയ ചൂടുള്ള പഞ്ചസാര വെള്ളത്തിൽ ഇട്ട ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം ഇതിലേക്ക് ചൂടില്ലാത്ത തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല തിളപ്പിച്ച വെള്ളമായിരിക്കണം, പക്ഷേ ചൂട് തീരെ പാടില്ല. എന്നിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യുക. ഇതിന് ശേഷം വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഭരണിയിലേക്ക് നമുക്കിത് മാറ്റാം. പിന്നെ എല്ലാ ദിവസവും ഇനി തുടർന്നുള്ള ഒരു 10 ദിവസം നമ്മളിത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കുന്നത് ഒരേ സമയം തന്നെ ഇളക്കുക. അതിനൊരു കാര്യം ചെയ്താൽ മതി, വൈൻ ഇടുന്നത് നമുക്ക് ഇളക്കാൻ സൗകര്യമുള്ളൊരു സമയത്താണെങ്കിൽ എല്ലാ ദിവസവും അതേ സമയം തന്നെ നമുക്ക് ഈസിയായിട്ട് ഇളക്കി കൊടുക്കാൻ പറ്റും. ഓരോ പ്രാവശ്യവും ഇളക്കി കൊടുത്തതിന് ശേഷവും നമ്മുടെ ഭരണി നന്നായി അടച്ചു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ ഇളക്കുന്ന തവിയിൽ ഒട്ടും തന്നെ ജലാംശം പാടില്ല. 10 ദിവസത്തിന് ശേഷം തോർത്തോ അല്ലെങ്കിൽ വലിയൊരു അരിപ്പയോ വെച്ച് നമ്മളിത് അരിക്കുക. അരിക്കുമ്പം നമ്മൾ ഒരുപാട് പഴം അമർത്തി അരിക്കേണ്ട ആവശ്യമില്ല, ഒരുവിധം പിഴിഞ്ഞെടുക്കുക. 10 ദിവസത്തിന് ശേഷം നമുക്ക് ഈ വൈൻ ഉപയോഗിക്കാമെങ്കിലും ഒരു ആഴ്ചയും കൂടി നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഈ വൈൻ അടിയാൻ വേണ്ടി ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു ഭരണിയിലോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല തെളിഞ്ഞ വൈൻ നമുക്ക് കിട്ടും. നല്ല ഹൃദ്യമായ രുചിയുള്ളൊരു വൈനാണിത്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ കൂട്ടുകളുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീട്ടിലെല്ലാം സുലഭമായി കാണുന്ന പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ വളരെ സ്വാദിഷ്ടമായൊരു വൈൻ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം. ഇത് നാച്ചുറലായിട്ടുള്ളൊരു കളർ ആണിത്. കുറച്ചുകൂടി കളർ ആവശ്യമുണ്ടെങ്കിൽ വൈൻ ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര കാരമലൈസ് ചെയ്ത സിറപ്പ് ഇട്ടാൽ മതി.